നമ്മൾ പോകുന്നത് ഖത്തറിലെ വിശദാംശങ്ങളിലേക്കാണ്. ഖത്തറിലെ ഊർജ്ജ കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം. റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഖത്തർ എനർജിയുടെ ഊർജ്ജ കേന്ദ്രത്തിലും മിസൈൽ പവർ പ്ലാന്റിലെ ജലസംഭരണ കേന്ദ്രത്തിലുമാണ് ആക്രമണമുണ്ടായത്. ആളപായമില്ല. ആക്രമണത്തിന് പിന്നാലെ LNG ഉൽപാദനം ഖത്തർ എനർജി നിർത്തി. ഖത്തർ അമീറിനെ വിളിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മേഖലയിലെ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്തു. ഖത്തറിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. അബ്ബാസ്, ഇപ്പോൾ ഗൾഫിലുള്ള പ്രതിസന്ധി അത് ഊർജ്ജ മേഖലയും വളരെ മോശം രീതിയിൽ ബാധിക്കുന്നു എന്നതാണ് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. എന്താണ് സാഹചര്യം? ഖത്തർ അമീറുമായി സംസാരിച്ചപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്? എന്തൊക്കെയാണ് നീക്കങ്ങൾ? ജിന, തീർച്ചയായിട്ടും ഇത് നേരത്തെ ഖത്തറിൽ ഉണ്ടായിരുന്ന ആക്രമണം ഇവിടുത്തെ US-ന്റെ ബേസിന് ലക്ഷ്യമാക്കിയിരുന്നുവെങ്കിൽ നിലവിൽ അത് സൗദിയിൽ ഉണ്ടായ ആക്രമണത്തിന് സമാനമായി ഊർജ്ജ മേഖലകളിലൂടെ ഖത്തറിന്റെ ഡ്രോൺ ആക്രമണം, ഒമാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇന്ന് പ്രതിരോധ മന്ത്രാലയം ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതാണ് റാസ് ലഫാനിലെയും അതുപോലെ തന്നെ മിസൈദിലെയും 2 എനർജി കേന്ദ്രങ്ങളിൽ ഈ ആക്രമണം ഉണ്ടായതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഏതായാലും ഈ ഊർജ്ജ മേഖലയിലേക്ക് കൂടി ഒമാൻ ആക്രമണം വ്യാപിപ്പിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പം ഇതിൽ റാസ് ലഫാനും അതുപോലെ തന്നെ മിസൈദും ഇവിടുത്തെ 2 ഇൻഡസ്ട്രിയൽ ഏരിയകളാണ്. ഇവിടെയുള്ള റാസ് ലഫാനിലെ ഖത്തർ എനർജിയുടെ ഉടമസ്ഥയുള്ള ഒരു കേന്ദ്രത്തിന് നേരെയും അതുപോലെ തന്നെ മിസൈദിലെ ഒരു സംഭരണ കേന്ദ്രത്തിനടുത്തുള്ള എനർജി കേന്ദ്രത്തിനടുത്തുള്ള ഒരു ജലസംഭരണ കേന്ദ്രത്തിലുമാണ് ആക്രമണമുണ്ടായത്. ഈ 2 കേന്ദ്രത്തിലുമുള്ള ആക്രമണത്തിൽ ആളപായങ്ങളില്ല എന്നുകൂടി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുവരെയുള്ള ആക്രമണങ്ങളിൽ ഒന്നിൽ പോലും ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആളപായങ്ങൾ, ജീവഹാനി ഖത്തറിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേരത്തെയുള്ള ആക്രമണങ്ങളൊക്കെ ഈ മുകളിൽ നിന്ന് താഴേക്ക് പതിച്ച മിസൈലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പതിച്ച് 16 പേർക്ക് പരിക്ക് പറ്റിയിരുന്നു. ആദ്യം അത് 8 ആയിരുന്നു, പിന്നീട് 16 ഉയർന്നു. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ജീവഹാനി സംഭവിച്ചതായിട്ട് റിപ്പോർട്ടുകളില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആകാശത്ത് വെച്ച് ഇൻ്റർസെപ്റ്റ് ചെയ്ത മിസൈലുകളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. ഇന്നും അതുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും ഇത്തരത്തിൽ മിസൈലിൻ്റെ ഇൻ്റർസെപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ദോഹയിൽ വലിയ ഒരു സ്ഫോടന ശബ്ദം കേൾക്കാമായിരുന്നു. ആ ഒരു ആക്രമണം കൃത്യമായിട്ട് ഇവിടെയുള്ള ഖത്തറിലുള്ള US ബേസിനെ അടിസ്ഥാനമാക്കി അങ്ങോട്ട് കേന്ദ്രമാക്കിയിട്ടാണ് ലക്ഷ്യം വെച്ചിട്ടാണ് ഇത്തരം ആക്രമണം ഉണ്ടായിരുന്നത്. അത് ഖത്തർ വ്യോമസേന കൃത്യമായിട്ട് അതിനെ പ്രതിരോധിക്കുകയും ആകാശത്ത് വെച്ച് തന്നെ ഇതിനെ നിഷ്ഫലമാക്കുകയും ചെയ്തിരുന്നു. അതിൽ ഖത്തർ പ്രതിരോധ മന്ത്രാലയവും അതുപോലെ വിദേശകാര്യ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും സംയുക്തമായി നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നത് 65 മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ളതായിരുന്നു. അതിൽ 63 പ്രതിരോധിച്ചു എന്നുള്ളതായിരുന്നു. 2 എണ്ണം ഉദയത് വ്യോമതാവളത്തിൽ പതിച്ചു എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ നടത്തിയ ഈ ഡ്രോൺ ആക്രമണം നിലവിൽ മിസൈദിലെയും അതുപോലെ റാസ് ലഫാനിലെയും ഇൻഡസ്ട്രിയൽ ഏരിയ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ LNG പ്രൊഡക്ഷൻ നിർത്തിവെക്കാൻ ഖത്തർ എനർജി തീരുമാനിച്ചിട്ടുമുണ്ട്. ഇത് ഈ ആഗോളതലത്തിൽ തന്നെ വളരെ വലിയ സാമ്പത്തികവും സാമൂഹികവുമായ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ്. അത് എത്ര നേരത്തേക്കാണ് അവർ അത് ഹാൾട്ട് ചെയ്യുക എന്നറിയില്ല. അതുമായി ബന്ധപ്പെട്ട വിശദമായ പ്രസ്താവന, കുറിപ്പുകൾ ഇറക്കാം എന്ന് ഖത്തർ എനർജി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണ കുറിപ്പുകൾ വരേണ്ടതുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഇതിൽ ഒറ്റനോട്ടത്തിൽ പറയാവുന്ന കാര്യം, ഇങ്ങനെ LNG പ്രൊഡക്ഷൻ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ അത് ഈ ഓയിലിൻ്റെയും ഊർജ്ജ മേഖലകൾക്ക് വലിയ അളവിലുള്ള അപര്യാപ്തതയ്ക്ക് കാരണമാകും. അങ്ങനെ വലിയ വിലക്കയറ്റത്തിന് കാരണമാകും. ഇപ്പോൾ തന്നെ യൂറോപ്പിലൊക്കെ ഗ്യാസിൻ്റെ വില 50% വരെ ഉയർന്നു എന്നാണ് ബ്ലൂംബർഗ് അടക്കമുള്ള ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അത് ഗുരുതരമായി തന്നെ ബാധിക്കും. കാരണം ഈ ഖത്തർ LNGയുടെ ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സും ഏറ്റവും വലിയ എക്സ്പോർട്ടേഴ്സും ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. ഇന്ത്യ പ്രതിവർഷം 11 ബില്യണിലേറെ ടൺ LNG ഇവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് LNG വാങ്ങുന്ന എല്ലാ രാഷ്ട്രങ്ങളെയും ബാധിക്കും. അതുമാത്രമല്ല, ഇവിടെ നിന്ന് LNG പോകുന്ന LNGൻ്റെ വലിയ ടാങ്കറുകൾ, വലിയ കപ്പലുകളൊക്കെ കടന്നു പോകേണ്ടത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഈ ഹോർമുസ് കടലിടുക്കിൽ നിലവിലൊരു പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത് ആഗോളതലത്തിലെ ഊർജ്ജ മേഖലയിൽ ഇതുണ്ടാക്കുന്ന ആഘാതം ചെറുതാകില്ല എന്ന് പറയുമ്പോൾ ഇത് ഗ്യാസിൻ്റെ വില വർദ്ധിക്കുന്നതോടൊപ്പം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കും, പെട്രോളിൻ്റെ വില വർദ്ധിക്കും. പെട്രോളിൻ്റെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം നമ്മുടെ നാട്ടിലുള്ള
അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിക്കും. ഇത് നമ്മുടെ അടുക്കളയെ കൂടി ബാധിക്കാവുന്ന ഒരു കാര്യത്തിലേക്കാണ് ഈ നിലവിലുള്ള ഈ അവസ്ഥ മുന്നോട്ട് പോവുകയാണെങ്കിൽ സംജാതമാവുക. നിലവിൽ യൂറോപ്പിൽ ഇതിൻ്റെ ഗ്യാസിൻ്റെ ഒക്കെ വില വർദ്ധിച്ചിട്ടുണ്ട്. അതിലൊരു ആഘാതം ആഗോളതലത്തിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം, ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനിയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ സംസാരിച്ചു എന്നുള്ളതാണ്. ഈ ഖത്തർ അമീറുമായി ലോകത്തുടനീളമുള്ള രാഷ്ട്ര നേതാക്കൾ ഈ ഒരു ആക്രമണത്തിന് ശേഷം സംസാരിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള വഴി, കോൺഫ്ലിക്റ്റ് നിർത്താനുള്ള വഴി എന്നുള്ള ചർച്ചകൾ ഗൗരവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫലപ്രദമായിട്ടൊരു വഴിത്തിരിവിലേക്ക് ഇതുവരെ എത്താനായിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ അതിനിടയിലാണ് ഇപ്പോൾ വ്ളാദിമിർ പുടിൻ്റെ ഒരു സംസാരം ഉണ്ടായിട്ടുള്ളത്. പുടിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ലോകരാഷ്ട്ര നേതാക്കളെ പോലെയല്ല, ലോകത്തെ തന്നെ സ്വാധീനിക്കാൻ കഴിയുള്ള അപൂർവ നേതാക്കളിൽപ്പെട്ട ഒരാളാണ് പുടിൻ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതായാലും ഈ ചർച്ചകൾ ഫലപ്രദമായി മുന്നോട്ട് പോകും. അങ്ങനെ ഈ ഒരു സംഘർഷത്തിന്, ഈ ഒരു പ്രശ്നത്തിന് പരിഹാരത്തിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജിന. ശരി, അബ്ബാസ് മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ ഘട്ടത്തിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാര്യ, ഖാംനയുടെ ഭാര്യയും കൊല്ലപ്പെട്ടു എന്നിടത്തുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു, അതിനിടെയാണ് മരണം സംഭവിച്ചത്.